അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ എൻ്റെ മുൻ പ്രാസംഗികൻ പറഞ്ഞ പോലെ ഭക്ഷണത്തിന് താഴെ വിളിക്കുന്നുണ്ട് കുട്ടികളെ കലാപരിപാടി. അപ്പോൾ അധികമൊന്നും സംസാരിക്കണില്ല. നമ്മൾ ആ വീഡിയോ ഇട്ടാൽ പോരെ, ഒരു മിനിറ്റിൻ്റെ. ഓക്കെ. എന്തായാലും അത്താണി സംഘടിപ്പിച്ച ഈ പരിപാടി എല്ലാവരും വാതോരാതെ അതിനെപ്പറ്റി സംസാരിച്ചു. എനിക്കിതിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് തോന്നിയത് ഇതിൻ്റെ സംഘാടക മികവാണ്. പഴുതുകളില്ലാത്തൊരു സംഘാടക മികവ് എന്തായാലും മനോഹരമാണ്. പിന്നെ എല്ലാവരും ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് അതിലേറെ പ്രശംസനീയമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ വായിച്ച കുറേ സംവിധാനവും നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് തന്നെയാണ്, ആരും വേറിട്ടിട്ടൊന്നുമില്ല. ഞാൻ കിൻഷിപ്പിനെ പറ്റി ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. കിൻഷിപ്പ് അപകടം മൂലമോ ജന്മനാലോ വൈകല്യങ്ങളുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ അസ്തമിച്ച കുറേ മനുഷ്യരെ ചേർത്ത് വെച്ചിട്ട് അവരെ പരിമിതികളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മീനിങ് ആദ്യം അവരെ പരിമിതികളെ മനസ്സിലാക്കി അവർക്കുള്ള 10ഓളം തെറാപ്പികൾ, അത് ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സൈക്കോ തെറാപ്പി, മ്യൂസിക് തെറാപ്പി, കൗൺസിലിംഗ്, യോഗ, മെഡിറ്റേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, പാലിയേറ്റീവ് കെയർ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് മൊത്തം അവരിലേക്ക് കൊടുത്തിട്ട്, അവരെ ഫിസിക്കലി ചലഞ്ചഡായ ആൾക്കാരാണ് ഭൂരിഭാഗം അവിടെ ഉള്ളത്, മെൻ്റലി കുറച്ച് പേരുള്ളൂ. അവർക്ക് വേണ്ട എല്ലാതും ഒരുക്കി കൊടുത്തിട്ട് അവരെ എംപവർമെൻറ്റ് ചെയ്തിട്ട് അതിനുശേഷം അവരെ പരിമിതികൾ മനസ്സിലാക്കി അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ എഴുത്തും വായനയും പഠിപ്പിക്കേണ്ടവർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ച് അവരെ തുല്യതകൾ പരീക്ഷകൾ, റെഗുലർ പരീക്ഷകൾ, അങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും SSLC അവരെ വിദ്യാഭ്യാസം നൽകി ബേസിക് SSLC ആക്കി +1 +2 അതുപോലെ ഡിഗ്രി, ഡബിൾ ഡിഗ്രി, PG ഒക്കെ ഉള്ള കുട്ടികൾ ഇപ്പോൾ അവിടെ ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ പഠിപ്പിച്ച് ഫാഷൻ ഡിസൈനിങ്, അതുപോലെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ കോഴ്സുകൾ പഠിപ്പിച്ച് അവരെ വിദ്യാഭ്യാസവും ആദ്യം ഫിസിക്കലി പ്രയാസങ്ങൾ മാറ്റി പിന്നെ വിദ്യാഭ്യാസം കൊടുത്ത് അതിനുശേഷം റീഹാബിലിറ്റേഷൻ തൊഴിലുകൾ പഠിപ്പിക്കുക. ഇപ്പോൾ അവിടെ ടൈലർ യൂണിറ്റ് ഉണ്ട്, പിന്നെ അതിന് HR യൂണിറ്റ് ഉണ്ട്, പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ യൂണിറ്റ് ഉണ്ട്, പിന്നെ ഡിറ്റർജൻറ്റ് ഐറ്റംസിൻ്റെ യൂണിറ്റ് ഉണ്ട്. ഇതൊക്കെ അവരെ കൊണ്ട് അവർക്ക് സ്വയം തൊഴിൽ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കി അവരെ സ്വയം പര്യാപ്തമാക്കുക. അങ്ങനെ ശാരീരിക പ്രയാസങ്ങൾ മാറ്റിയെടുത്ത് വിദ്യാഭ്യാസം നൽകി തൊഴിലുകൾ പഠിപ്പിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ചെടുത്തുനിന്ന് എനിക്ക് ഇനിയും ജീവിക്കാൻ ഈ ലോകത്ത് അർഹതയുണ്ടെന്നും എൻ്റെ മാതാപിതാക്കളുടെ കാലശേഷം സ്വന്തം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ അവനവൻ്റെ പ്രാഥമിക കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ വീട്ടിലകപ്പെട്ട അവർക്ക് തൻ്റെ കൂടപ്പറപ്പുകളെ കാലശേഷവും ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കലാണ് കിൻഷിപ്പ് എന്ന സ്ഥാപനം. 10 വർഷമായി തിരൂരിൽ പ്രവർത്തിക്കുന്നു. ഏകദേശം ഈ 10 വർഷത്തിനുള്ളിൽ 400ഓളം പേരെ ജീവിതത്തിൽ തിരികെ കൊണ്ടുവരാനും അതോടൊപ്പം ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ട കുറേ പേര് ഉപജീവന മാർഗം, കുറച്ച് പേര് കല്യാണം കഴിച്ചു പോയിട്ടുണ്ട്, പിന്നെ അവരവരെ സ്വയം പര്യാപ്തമാക്കി അവരവരുടെ മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ചെടുത്തുനിന്ന് പ്രതീക്ഷകളുടെ നാമ്പുകൾ മുളപ്പിച്ച് അവരെ പറക്കാൻ, ചിറകുകളില്ലെങ്കിലും തനിക്ക് പറക്കാൻ കഴിയുമെന്ന് പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനമാണ് കിൻഷിപ്പ്. നിങ്ങളെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടാൽ നല്ലതാണ്. കാരണം ഞാനും നിങ്ങളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെ മക്കളൊക്കെ വഴി തെറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ശാന്തിഭാവന് പറഞ്ഞ്, എബിലിറ്റി പറഞ്ഞു, ഇനി ഞങ്ങൾ ആശ്രയത്തിൻ്റെ ഉണ്ട്, എല്ലായിടത്തും ഒന്ന് പോയി കാണുമ്പോഴേ അറിയുള്ളൂ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സുഖത്തിൻ്റെ സൗകര്യത്തിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് നമ്മളെത്രയോ ഭാഗ്യം ചെയ്തവരാണ്, നമ്മളെ ദൈവം പടച്ചവൻ എത്ര അനുഗ്രഹിച്ചതൊക്കെ നമുക്ക് ബോധ്യപ്പെടുള്ളൂ. അങ്ങനെ ബോധ്യപ്പെടട്ടെ എനിക്കും നിങ്ങൾക്കും. വരും കാലങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള കരങ്ങൾക്ക് കരുത്തു പകരാൻ നമ്മളെ മക്കൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അത്താണി
ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ ഞങ്ങളെ പഞ്ചായത്തിലെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് താണി. അതിന് നേതൃത്വം വഹിക്കുന്ന സാബിക് പുല്ലൂരിനെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇനിയും ഇതിന് പ്രാപ്തമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.